ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ലൈഫ് സൈക്കിൾ. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഏറ്റവും പുതിയ ടി വി എസ് RTR 310 ആണ്. ടി വി എസ് RTR 310 ഈ അടുത്ത് നമ്മൾ ആഗ്രഹിച്ചിരുന്ന കുറച്ച് മാറ്റങ്ങളായിട്ട് റീലോഞ്ച് ചെയ്തിരുന്നു. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ RTR 310 ടി വി എസ് പുതുതായി കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ ഏറ്റവും പുതിയ RTR 310 മുൻവശത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് നോക്കാം. അപ്പോൾ മുൻവശത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ ഒരു നക്കിൾ ഗാർഡ് ഫാക്ടറി ഫിറ്റഡ് ആയിട്ട് ടി വി എസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് MVD ചെക്കിങ്ങിലേക്ക് പിടിക്കുമ്പോൾ നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഇതുകൂടി നമ്മൾ നേടിയെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ നക്കിൾ ഗാർഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സീക്വൻഷ്യൽ ആയിട്ടുള്ള LED ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ മോഡലിൽ ജസ്റ്റ് ബ്ലിങ്കിങ് ആയിരുന്നു, ഇപ്രാവശ്യം അത് സീക്വൻഷ്യൽ ആയിട്ടുണ്ട്. അതുപോലെ ഒന്നുകൂടി പവർഫുൾ ആയിട്ടുള്ളൊരു LED ഹെഡ് ലാമ്പ് യൂണിറ്റുകളും ടി വി എസ് RTR 310 പുതുതായി കൊടുത്തിട്ടുണ്ട്. ഇനി ബ്രേക്കിൻ്റെയും ടയറിൻ്റെയും കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിലും മാറ്റങ്ങളൊന്നും ടി വി എസ് കൊണ്ടുവന്നിട്ടില്ല. ആ പ്രീവിയസ് മോഡൽ ഉണ്ടായിരുന്ന 300 mm പെറ്റൽ ഡിസ്ക് ബ്രേക്കുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. അതിൽ ബൈബ്രയുടെ തന്നെ ഡ്യുവൽ പിസ്റ്റൺ കാലിപ്പേഴ്സും ഇവിടെ കൊടുത്തിരിക്കുന്നു. പിന്നെ 110/70 CR17 എന്ന് പറയുന്ന മെഷ്ലിൻ്റെ റോഡ് 5 ടയറുകളാണ് ടി വി എസ് ഇപ്രാവശ്യം RTR 310 കൊടുത്തിരിക്കുന്നത്. ഇനി റിയർ ടയറുകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 150/60 CR17 എന്ന് പറയുന്ന മെഷ്ലിൻ്റെ റോഡ് 5 ടയറുകൾ തന്നെയാണ് RTR 310 കൊടുത്തിരിക്കുന്നത്. ഇനി റിയർ ബ്രേക്കുകളുടെ കാര്യത്തിൽ വന്നാൽ പ്രീവിയസ് മോഡലിൽ ഉണ്ടായിരുന്ന 250 mm പെറ്റൽ ഡിസ്ക് ബ്രേക്കുകളും വൈബ്രയുടെ സിംഗിൾ പിസ്റ്റൺ കാലിബറുകളും കൊടുത്തിരിക്കുന്നു. പിന്നെ പ്രീവിയസ് മോഡലിൽ ഉണ്ടായിരുന്ന പോലെ തന്നെ ഡ്യുവൽ ചാനൽ ABS ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് സസ്പെൻഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു USD ഗോൾഡൻ ഫോർക്കുകളാണ് ടി വി എസ് RTR 310 കൊടുത്തിരിക്കുന്നത്. ഇത് പ്രീവിയസ് മോഡലുകൾ ഉണ്ടായിരുന്നതാണ്. പിന്നെ ഈ വാഹനത്തിൻ്റെ BTO കിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഫുള്ളി അഡ്ജസ്റ്റബിൾ ഫ്രണ്ട് ഫോർക്കുകളാണ് നമുക്ക് ലഭിക്കുക. ഈ വാഹനം BTO അല്ലാത്തതുകൊണ്ട് തന്നെ നോൺ അഡ്ജസ്റ്റബിൾ ഫ്രണ്ട് ഫോർക്കുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഫുള്ളി അഡ്ജസ്റ്റബിൾ ഫ്രണ്ട് ഫോർക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റോഡുകൾ നല്ല രീതിയിൽ തുറന്ന പെർഫോമൻസും നമുക്ക് ഫീലും തരുന്നൊരു അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ്. ആ സസ്പെൻഷൻ എന്ന് പറയുന്നത് BTO കിറ്റിൽ മാത്രമാണ് നമുക്കത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി RTR 310 റിയർ സസ്പെൻഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രീവിയസ് മോഡൽ ഉണ്ടായിരുന്ന ആ 5-way അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മോണോഷോക്ക് സെറ്റപ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിനൊരു സ്പോർട്ടി റെഡ് കളറും ടി വി എസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി RTR 310 എഞ്ചിനിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രീവിയസ് മോഡലിൽ ഉണ്ടായിരുന്ന 36.5 PS പവറും 28.6 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ആ സെയിം 310cc എഞ്ചിൻ തന്നെയാണ് ഇതിലും കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇവൻ്റെ കാലിബ്രേഷനിലൊക്കെ ടി വി എസ് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മളെല്ലാവരും ആഗ്രഹിച്ചിരുന്ന ഒരു 1000cc മോട്ടോർ സൈക്കിളിൽ മാത്രം കണ്ടുവരുന്ന ഒരു ഫീച്ചർ ടി വി എസ് RR 310 കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് RTR 310 നമ്മൾ വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ആ ഫീച്ചർ ഇവിടെ ടി വി എസ് കൊടുത്തിട്ടുണ്ട്. ഒരു ട്രാൻസ്പെറൻറ്റ് ക്ലച്ച് കേസ് കൊടുത്തിട്ടുണ്ട്. ഇതും ആൻറ്റി ഫോഗ് ക്ലച്ച് കേസാണ്. അതായത് ഓയിൽ വന്നാലും മറ്റു കാര്യങ്ങൾ വന്നാലും ഫോഗ് പിടിക്കാത്ത ക്ലച്ച് കേസ് തന്നെയാണ് ടി വി എസ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആഗ്രഹിച്ച പോലെ ഒരു ട്രാൻസ്പെറൻറ്റ് ക്ലച്ച് കേസ് ഈ വാഹനത്തിൽ വന്നു. പിന്നെ DTC എന്ന് പറയുന്ന സംവിധാനം കൂടി ടി വി എസ് ഇതിൽ കൊടുത്തിരിക്കുകയാണ്. അതായത് ഡ്രാഗ് ടോർക്ക് കൺട്രോൾ എന്ന് പറയുന്ന നമ്മുടെ സ്ലിപ്പർ ക്ലച്ചിൻ്റെയൊക്കെ നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്ന സംവിധാനമാണ് ടി വി എസിൽ കൊടുത്തിരിക്കുന്നത്. അതുവഴി നമുക്ക് ഈ വാഹനത്തിൻ്റെ റിയർ ടയറുകൾ ഷിഫ്റ്റിങ്ങിൽ ലോക്കാവുന്നത് നമുക്ക് കൂടുതൽ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഇതൊരു സേഫ്റ്റി ഫീച്ചറായിട്ടാണ് ടി വി എസ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വാഹനത്തിന് ബൈ ഡയറക്ഷണൽ ക്വിക്ക് ഷിഫ്റ്റർ ഉള്ള മോഡലുകളുണ്ട്. നമുക്ക് ഏറ്റവും ബേസ് മോഡലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ക്വിക്ക് ഷിഫ്റ്റ് ഇല്ലാത്ത മോഡലുകളുണ്ട്. പക്ഷേ അതിന് മേലുള്ള മോഡലുകൾ തൊട്ട് ക്വിക്ക് ഷിഫ്റ്ററുകളും നമുക്ക് അവൈലബിൾ ആണ്. അതും ബൈ ഡയറക്ഷണൽ ക്വിക്ക് ഷിഫ്റ്ററുകളാണ്. പിന്നെ നമുക്ക് എഞ്ചിൻ്റെ ഫ്രണ്ട് വശത്തായിട്ട് ആ ഓയിൽ കൂൾ സെറ്റപ്പിൻ്റെ റേഡിയേറ്ററുകൾ കാണാം. പിന്നെ RTR 310 പ്രീവിയസ് വേർഷനിലുണ്ടായിരുന്ന ആ സെയിം ട്രെലിസ് ഫ്രെയിം ചാർസി തന്നെയാണ് ഈ വാഹനത്തിലും RTR 310 ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള കാര്യത്തിലൊന്നും ടി വി എസ് കൈവയ്ക്കാൻ നോക്കിയിട്ടില്ല. പിന്നെ എക്സോസിൻ്റെ കാര്യത്തിലേക്ക് വരാം. എക്സോസ്റ്റിലേക്ക് വരുമ്പോൾ ആ പ്രീവിയസ് മോഡലായിരുന്ന എക്സോസ്റ്റ് തന്നെയാണ് ഇതിലും കൊടുത്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഈ വാഹനത്തിൻ്റെ എക്സോസ് നോട്ടൊന്ന് കേട്ടിട്ട് വരാം. എന്താണെന്ന് വെച്ചാൽ ഇവൻ്റെ എഞ്ചിൻ കാലിബ്രേഷനിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വന്ന സ്ഥിതിക്ക് എക്സോസ് നോട്ടിലും എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇങ്ങനെയാണ് ഏറ്റവും പുതിയ RTR 310 എക്സോസ്റ്റ് നോട്ട് വരുന്നത്. എനിക്ക് പ്രീവിയസ് മോഡലിൽ എക്സോസ്റ്റ് നോട്ടായിട്ട് അധികം വ്യത്യാസങ്ങൾ തോന്നിയില്ല. നിങ്ങൾക്ക് തോന്നി എന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ എന്ന് പറയും. ഇനി ഈ വാഹനത്തിൽ വന്നിരിക്കുന്ന മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് അതൊരു ആഡ് ഓൺ അല്ല, ഇതിൽ നിന്നും മാറ്റിയിരിക്കുന്ന സംഭവമാണ്. ഈ റൈഡർ സീറ്റുകളിൽ ഉണ്ടായിരുന്ന കൂളിംഗ് സീറ്റ് എന്നുള്ള സംഭവം BTO വെർഷനിൽ പോലും അവർ ഇപ്പോൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അത് കുറച്ച് അനവസരം ഉണ്ടാക്കിയിരുന്ന ഭാഗമായിട്ടാണ് പല റൈഡേഴ്സും പറഞ്ഞിരുന്നത്. അതായത് അത് വെച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സീറ്റ് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇരിക്കാനുള്ള ആ ഡിസ്കംഫർട്ട് മാറി എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഒരു കാര്യം എടുത്തു കളഞ്ഞപ്പോൾ കൂടുതൽ കംഫർട്ട് വന്നു എന്ന് പറയുന്നതും RTR 310 കുറിച്ച് കൂടുതൽ പറയാവുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ പില്ലിയനറിൻ്റെ സീറ്റുകൾ കാണാം. അത്യാവശ്യം വീതിയുള്ള സീറ്റുകൾ തന്നെയാണ്.
പിന്നെ ആ ഗ്രാബ് റെയിലൊന്നും TVS വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ഇനി പുതിയ RTR 310ൻ്റെ റിയർ ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രീവിയസ് മോഡലിൽ എന്ന ആ സെയിം ഡിസൈൻ തന്നെയാണ് ഇപ്രാവശ്യവും TVSയിൽ പിന്തുടർന്നിരിക്കുന്നത്. അതിൽ സീക്വൻഷ്യൽ LED ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു, ഇവിടെയായിട്ട് ടൈൽ ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു, വലിയൊരു ടയർ ഹഗ്ഗർ കൊടുത്തിരിക്കുന്നു, പിന്നെ ഇവിടെയായിട്ട് സാരി ഗാർഡ് സെറ്റപ്പുകളും TVS കൊടുത്തിരിക്കുന്നു. ഇനി ഏറ്റവും പുതിയ RTR 310ൽ TVS കൊടുത്തിരിക്കുന്ന ഒരു മേജർ ചേഞ്ച് എന്ന് പറയുന്നത് ഈ വാഹനത്തിൻ്റെ സ്പ്രോക്കറ്റ് സെറ്റപ്പിൽ തന്നെയാണ്. നമ്മുടെ RR 310ലേക്ക് ഉണ്ടായിരുന്ന ആ സെയിം സ്പ്രോക്കറ്റ് തന്നെയാണ് TVS ഈ RTR 310ൽ കൊടുത്തിരിക്കുന്നത്. പ്രീവിയസ് RTR 310ൽ ഉണ്ടായിരുന്ന ആ സ്പ്രോക്കറ്റുമായിട്ട് കുറച്ച് നമ്പർ ഓഫ് ടീത്തുകൾ ഈ സ്പ്രോക്കറ്റിൽ കുറവുണ്ട്. അതുകൊണ്ട് തന്നെ ക്വിക്കർ ആക്സിലറേഷൻ ഈ വാഹനത്തിൽ ലഭിക്കുന്നുമുണ്ട്. ഇനി ഏറ്റവും പുതിയ RTR 310ൽ TVS കൊണ്ടുവന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് ഈ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലാണ്. നമുക്ക് എന്തായാലും ഇഗ്നിഷൻ കീ ഓൺ ആക്കിയിട്ട് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഒന്ന് കാണാം. ഈ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ ഒരുപാട് മാറ്റങ്ങൾ TVS കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതൊരു Gen 2 ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ എന്നാണ് TVS അവകാശവാദം ഉന്നയിക്കുന്നത്. അതിൽ നല്ല രീതിയിൽ തന്നെ ആനിമേഷനിലും ഗ്രാഫിക്സിലൊക്കെ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ന്യൂട്രൺ പൊസിഷൻ ഇൻഡിക്കേറ്റർ കാണാം. നമ്മൾ എല്ലാ വാഹനങ്ങളിലും ഈ സൈഡ് സ്റ്റാൻഡ് കട്ട് ഓഫ് എന്ന് പറയുന്നത് ഈ സൈഡിൽ എവിടെയെങ്കിലും ആയിരിക്കും. പക്ഷേ ഇവിടെ ഓഡോമീറ്റർ അല്ലെങ്കിൽ സ്പീഡോമീറ്ററിനെ കട്ട് ചെയ്തിട്ട് ഇവിടെ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ എന്നൊരു സാധനമുണ്ട്. സൈഡ് സ്റ്റാൻഡ് തട്ടിക്കഴിയുമ്പോൾ അത് മാറുകയും ചെയ്യും. പിന്നെ താഴെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ 0 to 60 എത്ര സമയം കൊണ്ടാണ് അച്ചീവ് ചെയ്തത്, അതുപോലെ ടോപ്പ് സ്പീഡ് എത്ര എടുത്തിട്ടുണ്ട്, അതുപോലെ ഓഡോമീറ്റർ ട്രിപ്പ് എത്രയാണ്, റേഞ്ച് അതായത് ഫ്യൂവൽ എഫിഷ്യൻസി എത്രയാണ് ലഭിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രീവിയസ് മോഡൽ RTR 310ൽ TVS കൊടുത്തുള്ള അർബൻ, റെയിൻ, റേസ്, ട്രാക്ക് ആൻഡ് സൂപ്പർ മോട്ടോ എന്നിങ്ങനെയുള്ള 5 ട്രേഡിംഗ് മോഡുകളും ഈ വാഹനത്തിൽ TVS നൽകിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഹാൻഡിൽ ബാറിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ നമ്മൾ നക്കിൽ ഗാർഡിൻ്റെ കാര്യം ആദ്യമേ പറഞ്ഞു. അതുപോലെ വളരെ സ്റ്റൈലിഷിംഗ് ആയിട്ടുള്ള റിയർ വ്യൂ മിററുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു മാറ്റം വന്നിരിക്കുന്നത് ഈ എൻഡ് വെയിറ്റിൻ്റെ ഒന്നുകൂടി TVS കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹാൻഡിൽ വരുന്ന വൈബ്രേഷൻസ് കൂടുതലും അബ്സോർബ് ചെയ്യുന്നുണ്ടെന്ന് പറയാൻ പറ്റും. പിന്നെ നമ്മൾ ഈ BTO കിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വാഹനത്തിന് വന്നിരിക്കുന്ന മേജർ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന വാഹനത്തിന് മെക്കാനിക്കൽ കീ ആണെന്നുണ്ടെങ്കിൽ BTO കിറ്റിലേക്ക് വരുമ്പോൾ ഒരു കീലെസ് എൻട്രിയാണ്, അതൊരു റിമോട്ട് കീ ആണ് വരുന്നത്. നമുക്ക് കീ പോക്കറ്റിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ വാഹനം നമുക്ക് ആക്സസ് ചെയ്യാവുന്ന രീതിയിലാണ് BTO കിറ്റുകളിൽ വരുന്നത്. അപ്പോൾ ഈ വാഹനം BTO അല്ലാത്തതുകൊണ്ട് തന്നെ നോർമൽ കീ ആണ് വരുന്നത്. പിന്നെ സ്വിച്ച് ഗിയറിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പ്രീവിയസ് മോഡലുണ്ടായിരുന്ന വളരെ ഫിറ്റ് ആൻഡ് ഫിനിഷുള്ള സ്വിച്ച് ഗിയറുകൾ തന്നെയാണ് TVS ഈ മോഡലിലും കൊടുത്തിരിക്കുന്നത്. പ്രീവിയസ് മോഡലുണ്ടായിരുന്ന ആ ക്രൂസ് കൺട്രോൾ ബട്ടണും TVS ഇവിടെ കൊടുത്തിട്ടുണ്ട്. വളരെ ഉപകാരപ്രദമായ ഹൈവേയിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ക്രൂസ് കൺട്രോൾ കൂടുതൽ മികച്ച രീതിയിൽ തന്നെ TVS ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ TVS ഈ അടുത്ത് അപ്ഡേറ്റ് കൊണ്ടുവന്ന അപ്പാച്ചെ RTR 310 നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മിററിന് പിടിച്ച സ്ഥിതിക്ക് മിററിൻ്റെ കാര്യം പറയും. ആ പ്രീവിയസ് മോഡലിൽ ഉണ്ടായിരുന്ന ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രേറ്റ് വിസിബിലിറ്റി തരുന്ന ആ മിറർ തന്നെയാണ് ഇപ്രാവശ്യവും RTR 310ൽ TVS കൊടുത്തിരിക്കുന്നത്. ഇനി ഈ വാഹനത്തിൻ്റെ ചേഞ്ചസിനെ കുറിച്ച് പറയാം. ഈ ചേഞ്ചസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഈ വാഹനത്തിൽ RR 310ൻ്റെ സ്പ്രോക്കറ്റുകളാണ് കൊടുത്തിരിക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ഈ വാഹനം ഒന്നും കൂടി ക്വിക്കായിട്ട് വണ്ടി നീങ്ങുന്നുണ്ട്. നമ്മുടെ RTR 310ലെ സ്പ്രോക്കറ്റ് മാറ്റിയിട്ട് കുറച്ച് ടീത്തുകൾ കുറവുള്ള സ്പ്രോക്കറ്റാണ് ഈ പ്രാവശ്യം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഓടിക്കാനൊക്കെ പഴയ RTRൽ ഞാനൊരു പ്രശ്നം ഇങ്ങനെ കണ്ടിരുന്നു. അതായത് വേണ്ടാത്ത നേരത്തൊക്കെ ഈ വണ്ടി കുറച്ചുകൂടി അഗ്രസീവ് ആവുന്നൊരു ഇത് കണ്ടിരുന്നു. വെറുതെ ഇറഗുലറായിട്ട് അഗ്രസീവ് ആവുക, ആ പരിപാടി ഇതിൽ നിന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. അത് ഈ ചിലപ്പോൾ സ്പ്രോക്കറ്റ് മാറേണ്ടി ആയിരിക്കാം. പിന്നെ ഈ റൈഡ് ബൈ വയർ ടെക്നോളജിയുള്ള വാഹനങ്ങൾക്കൊക്കെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ TVS ആ വഴിയിൽ എന്തെങ്കിലും ചെയ്തോന്ന് അറിയില്ല. എന്തായാലും വണ്ടി കുറച്ചുകൂടി ലീനിയർ പവർ ഡെലിവറി ആയിട്ടുണ്ട്. പിന്നെ ഈ വാഹനത്തിൻ്റെ സസ്പെൻഷൻ പ്രീവിയസ് മോഡലിൽ 43 mm USD ആയിരുന്നെങ്കിൽ ഈ മോഡലിൽ വരുമ്പോൾ 41 mm ആയിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ടിൽ പോകുന്നതൊരു ടാറ്റ ഹെക്സ കേട്ടോ, ഒരു ലെജൻഡറി വാഹനമാണ്. പക്ഷേ ഇന്ത്യക്കാർ അതിനെ മനസ്സിലാക്കില്ല എന്നുള്ളൂ. പിന്നെ എൻജിൻ സൈഡും കുറച്ച് പ്രശ്നങ്ങൾ ആ വാഹനത്തിലുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും RTR 310ൻ്റെ കാര്യത്തിലേക്ക് വരാം. പിന്നെ TVS ഈ RTR 310ലേക്ക് വീണ്ടും വന്നപ്പോഴും എഞ്ചിനിൽ അധികം മാറ്റങ്ങളൊന്നും വരുത്തിയില്ല. അധികം നല്ല ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ആ ട്രാൻസ്പെറൻറ്റ് ക്ലച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രീവിയസ് ആയിട്ട് കൊടുത്തിരുന്ന ആ പവറും ടോർക്കും തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വാഹനത്തിൻ്റെ പെർഫോമൻസിലൊന്നും പറയാനില്ല കേട്ടോ. ഈ റേഞ്ചിൽ, അതായത് ഈ വാഹനം കോമ്പറ്റ് ചെയ്യാൻ പോകുന്നൊന്നുമില്ല. 250 ഡ്യൂക്ക് റോഡ് അല്ലെങ്കിൽ 390 ഡ്യൂക്ക് റോഡാണ്. അപ്പോൾ ആ രണ്ടിൻ്റെ റേഞ്ചിൽ നിൽക്കാവുന്ന നല്ല പെർഫോമൻസ് തന്നെയാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഹാൻഡ്ലിങ്ങും പക്കയാണ് കേട്ടോ. ഇപ്പോൾ ബ്രേക്കിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും ഡ്യുവൽ ചാനൽ ABS ഉള്ളതുകൊണ്ട് തന്നെ ഈ വാഹനം പിടിച്ചോണ്ട് നിൽക്കുന്നുണ്ട്. അതിൽ പിന്നെ ഈ ടയറും മെഷ്ലിൻ്റെ റോഡ് ഫൈവ് ടയറും നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും പുതിയ RTR 310 വന്നപ്പോൾ 4 കളർ ഓപ്ഷനുകളാണ് TVSൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫ്യൂറി റെഡ്, ഫ്യൂറി യെല്ലോ, ആഴ്സണൽ ബ്ലാക്ക് ആൻഡ് സെപ്പാങ് ബ്ലൂ, അങ്ങനെ 4 കളറുകളായിട്ടാണ് ഈ വാഹനത്തിൽ ലഭ്യമാകുന്നത്.
പിന്നെ പ്രീവിയസ് മോഡൽ RR310 RTR310 ടി വി എസ് ഉൾപ്പെടുത്തുന്ന GTT എന്ന ടെക്നോളജി ഉണ്ടല്ലോ, ഗൈഡ് ത്രൂ ടെക്നോളജി. ആ ടെക്നോളജി ഈ വാഹനത്തിൽ ഇപ്പോഴും അത് കൊടുത്തിട്ടുണ്ട്. 6 ഗിയറിലും നമുക്ക് ആക്സലറേഷൻ ഇല്ലാതെ തന്നെ നിശ്ചിത സ്പീഡിൽ പോകാവുന്ന ഒരു ഇതാണ്. അത് നമുക്ക് ട്രാഫിക്കിലൊക്കെ വളരെ ഉപകാരപ്പെടും കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സലറേഷൻ കൊടുക്കാണ്ട് നമുക്ക് ക്ലച്ച് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ വാഹനം പോകും. അത് ഫസ്റ്റിൽ നിന്ന് എടുക്കുമ്പോഴല്ല. പിന്നെ പ്രീവിയസ് മോഡൽ RTR310 കൊടുത്തിരുന്ന ആ ബൈ ഡയറക്ഷണൽ ക്വിക്ക് ഷിഫ്റ്റർ ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടി ഞാൻ ക്വിക്ക് ഷിഫ്റ്റർ പ്രിസൈസ് ആയെന്ന് തന്നെ പറയാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ പഴയ മോഡലിനേക്കാളും ഒന്നുകൂടി നല്ല ഈസി ആയിട്ട് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് വാഹനം ട്രാഫിക്കിൽ നിർത്തുമ്പോഴും വണ്ടി സ്റ്റോപ്പ് ആയിട്ട് എടുക്കുമ്പോൾ മാത്രമേ ഈ ക്ലച്ചിൻ്റെ ഉപയോഗം വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സ്ട്രെസ്സ് അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, നമ്മൾ വാഹനം ഓടിക്കുമ്പോഴുള്ള സ്ട്രെസ്സ് കുറയ്ക്കാൻ സാധിക്കും. പിന്നെ ഏറ്റവും പുതിയ അപ്പാച്ചെ 310 വന്നപ്പോൾ TVS അതിൽ DTC എന്ന് പറഞ്ഞ സംഭവം കൊടുത്തിട്ടുണ്ട് തോന്നുന്നു. അതായത് ഡ്രാഗ് ടോർക്ക് കൺട്രോൾ എന്ന് പറഞ്ഞ സംഭവം കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് കർവിലായാലും എപ്പോഴായാലും ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ടയർ ലോക്ക് ചെയ്യാതിരിക്കും. അതായത് സ്ലിപ്പർ ക്ലച്ചിൻ്റെ തന്നെ നെക്സ്റ്റ് ലെവൽ എന്നൊക്കെ പറയാവുന്ന ഒരു ടെക്നോളജിയാണത്. അതുപോലെ തന്നെ ഇതിലൊരു ലോഞ്ച് കൺട്രോൾ എന്ന് പറഞ്ഞ സംഭവം കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ക്ലച്ച് പിടിച്ച് കഴിഞ്ഞിട്ട് വണ്ടി ഗിയറിലിട്ട് നമ്മൾ ഈ റേസിനൊക്കെ നിൽക്കുമ്പോൾ ഇതുണ്ടല്ലോ, ആക്സലറേഷൻ ഒരു 7500 RPM പിടിച്ച് കഴിഞ്ഞിട്ടും ക്ലച്ച് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടീനെ കൺട്രോൾ ചെയ്ത് പൊക്കോളും. അതായത് കയ്യിൽ നിന്ന് തെറിച്ച് പോവുക അങ്ങനെയുള്ള പരിപാടികളൊന്നും ഉണ്ടാവില്ല. ലോഞ്ച് കൺട്രോൾ അങ്ങനെ സഹായിക്കുന്ന കാര്യമാണ്. പക്ഷേ എത്രത്തോളം നമ്മുടെ ഈ റോഡുകളിൽ ഇപ്പം എൻ്റെ ഫ്രണ്ടിൽ തന്നെ കണ്ടില്ലേ, ഓട്ടോകളുടെ ബഹളമാണ്. ഞാൻ കുറ്റം പറയില്ല കേട്ടോ, അവർ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും ട്രാഫിക്കിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ലോഞ്ച് കൺട്രോൾ പറ്റില്ല. പക്ഷെ നമുക്ക് ഏതെങ്കിലും ട്രാക്കിലൊക്കെ കൊണ്ടുപോയിട്ട് ഉപയോഗിക്കണമെന്നില്ല. ഇപ്പോൾ പലരും ഈ RTR310 നമ്മൾ പല യൂട്യൂബേഴ്സും കണ്ടിട്ടുണ്ട്, അവർ ട്രാക്കിൽ യൂസ് ചെയ്യാൻ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ കൊണ്ടുപോകുമ്പോഴൊക്കെ ഈ ലോഞ്ച് കൺട്രോൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതായത് അപ്പാച്ചെ സീരീസിലെ എല്ലാ വാഹനങ്ങളെയും TVS ട്രാക്കിൽ ടെസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് നമ്മുടെ കൈകളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കണം ഈ ലോഞ്ച് കൺട്രോൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഏറ്റവും പുതിയ അപ്പാച്ചെ RTR310 വന്നു കഴിഞ്ഞപ്പോൾ ഒരു Gen 2 LCD ഡിസ്പ്ലേയിൽ കൊടുത്തിരിക്കുന്നത്. അതായത് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ 2ാം ജനറേഷൻ എന്നാണ് TVS അതിൽ പറയുന്നത്. അതുപോലെ തന്നെ അതിലെ ഗ്രാഫിക്സും ടെക്സ്റ്റും ഒക്കെ നല്ല രീതിയിൽ തന്നെ മാറ്റം വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടി യൂസർ ഫ്രണ്ട്ലി ആക്കിയിട്ടുണ്ട് TVS. അപ്പോൾ ഏറ്റവും പുതിയ RTR310 എന്തൊക്കെ മാറ്റങ്ങളാണ് TVS കൊണ്ടുവന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഡ്രാഗ് ടോർക്ക് കൺട്രോൾ വന്നു, അതായത് DTC. അതുപോലെ എല്ലാ മോഡലുകളും നെക്കിൽ ഗാർഡ്സ് വന്നു, പുതിയ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററുകൾ വന്നു. പിന്നെ നമ്മളെല്ലാവരും ആഗ്രഹിച്ചിരുന്ന ആ ട്രാൻസ്പെറൻറ്റ് ക്ലച്ച് കേസ് വന്നു. ഏറ്റവും പുതിയ ട്യൂണിംഗ് ഈ വാഹനത്തിന് എഞ്ചിന് നൽകി. അതുപോലെ തന്നെ റിയർ സ്പ്രോക്കറ്റുകൾ RR310 കണ്ടിരുന്ന ആ സ്പ്രോക്കറ്റുകൾ നൽകി. അതുകൊണ്ട് തന്നെ ഈ വാഹനം വീണ്ടും കൂടുതൽ ക്യുക്കർ ആയിരിക്കുകയാണ്. പിന്നെ മുന്നിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള LED ഹെഡ് ലാംപ്സ് വന്നു. അതുപോലെ സീക്വൻഷ്യൽ ആയിട്ടുള്ള ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വന്നു. അങ്ങനെ ഒരുപാട് മാറ്റങ്ങളാണ് RTR310 TVS കൊടുത്തിരിക്കുന്നത്. പിന്നെ BTO കിറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നോർമൽ കീക്ക് പകരം ഒരു സ്മാർട്ട് കീ ആണ് ഈ വാഹനത്തിൽ വരുന്നത്. അപ്പോൾ ഏറ്റവും പുതിയ TVS RTR310 പ്രൈസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 2,58,000 രൂപ മുതൽ 3,19,000 രൂപ വരെയാണ് ഈ വാഹനത്തിന് എക്സ്ഷോറൂം റേറ്റ് ആയിട്ട് വരുന്നത്. ഈ 3,19,000 എന്ന് പറയുന്നത് BTO 2 കിറ്റ്, അതായത് BTO ഡൈനാമിക് പ്രോ കിറ്റിൻ്റെ റേറ്റാണ് വരുന്നത്. അതുപോലെ 2,58,000 എന്ന് പറയുന്നത് ബൈഡയറക്ഷണൽ ക്വിക്ക് ഷിഫ്റ്റർ ഇല്ലാത്ത മോഡലിൻ്റെയാണ്. അപ്പോൾ നമുക്കിന്ന് ഈ വാഹനത്തിന് റിവ്യൂവിനായിട്ട് തന്നിരിക്കുന്നത് കുരിയച്ചിറയിലുള്ള ട്രിച്ചൂർ TVSൽ നിന്നാണ്. ട്രിച്ചൂർ TVSൽ ഈ വാഹനത്തിൻ്റെ എല്ലാ വേരിയൻസും റെഡിലി അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വാഹനത്തെക്കുറിച്ച് കൂടുതൽ അറിയാനോ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനോ വാഹനം ആഗ്രഹം ഉണ്ടെങ്കിൽ അവരുടെ നമ്പർ ഞാനിവിടെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്തുകൊണ്ട് അവരെ ആക്സസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവും മറ്റു കാര്യങ്ങളെല്ലാം അവർ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഏറ്റവും പുതിയ RTR310 വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു പുതിയ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ കാണാം. ബൈ.